നമസ്കാരം. ഓം നമ ശിവായ. രാശിഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുണാനുഭവങ്ങളിൽ ജീവിതം തന്നെ മാറി മറിയുന്ന ചില രാശിക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പ്രത്യേകിച്ച് ഹർഷണ യോഗം കൂടി ചേരുമ്പോൾ അത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഇന്നത്തെ ദിവസം മുതൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം, അതായത് ജൂൺ 3 ഹനുമാൻ സ്വാമിയുടെ ദിനമായാണ് കണക്കാക്കുന്നത്. ഈ ദിവസം ഹർഷണ യോഗവും വന്നു ചേർന്നു. ഈ രണ്ട് ഭാഗ്യഫലങ്ങളും ചില രാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. മാത്രവുമല്ല, പല ഭാഗ്യഫലങ്ങളും ഇവർക്ക് ഉണ്ടാവുകയാണ്. 12 രാശിക്കാരിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ഭാഗ്യം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്നും ഇന്നത്തെ ദിവസം ഹർഷണ യോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ഏതൊക്കെ തരത്തിലാണ് ഈ രാശിക്കാരിൽ ഉണ്ടാകുന്നത് എന്നുമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആരൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാർ എന്ന് നോക്കാം. വരൂ. ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം മുതൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവരെ തേടി സൗഭാഗ്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ പറയാം. ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിൽ ഐശ്വര്യവും സൗഭാഗ്യവും കടന്നു വരും. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇന്നു മുതൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുകയെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവുക. ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുക. ചില ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വടമാല ഹനുമാന്, പ്രത്യേകിച്ച് തിരുവില്വാമല, തൃശ്ശൂർ ജില്ലയിലെ തിരുവില്വാമല എന്ന സ്ഥലത്ത് ശ്രീരാമക്ഷേത്രമുണ്ട്. അവിടുത്തെ ഹനുമാന് വടമാല ഏറെ പ്രസിദ്ധമാണ്. ആ വടമാല സമർപ്പിക്കുക. ഇങ്ങനെ ഹനുമാന്റെ അനുഗ്രഹം നേടിയെടുക്കുകയാണെങ്കിൽ ഹർഷണ യോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. ഈ ഹർഷണ യോഗം മൂലം നിങ്ങൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും ഉണ്ടാകും. പോസിറ്റീവായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പുതിയ വ്യക്തികളെ പരിചയപ്പെടാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികമായി പല പല സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങളിലേക്ക് പണം വന്നു ചേരും. ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. ഏറെ നാളായി ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്നു, ആരോഗ്യപരമായി ഗുണമുണ്ടാകുന്നു, സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. മാത്രമല്ല, കുറേ നാളുകളായിട്ട് വിചാരിക്കുകയാണ് ഇടവൻ രാശിക്കാർ, എനിക്കൊരു ബിസിനസ് തുടങ്ങണം, അതിനെ പറ്റിയ സമയം ഏതാണ് എന്ന്. എങ്കിൽ ഒട്ടും മടിച്ചു നിൽക്കേണ്ട. ഈ സമയം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ഈ ഹർഷണ യോഗ സമയത്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങിക്കോളൂ. അത് വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും. മാത്രവുമല്ല, ബിസിനസ്സുകളൊക്കെ വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഇന്നു മുതൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുടെ തുടക്കമാണ്. ഇതിന് ഈശ്വരാനുഗ്രഹം കൂടി വേണം. പിന്നെ ജാതകത്തിലെ ചില കാര്യങ്ങളൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് കരിയറിലും വ്യക്തി ജീവിതത്തിലും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. വളരെ കാലമായി നിങ്ങൾ മുടങ്ങിക്കിടന്ന ജോലികളെല്ലാം തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇപ്പോൾ വീടുപണിയൊക്കെ തുടങ്ങി ഒരു പകുതിയിലെത്തിയപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അത് നിന്നുപോയവരായിക്കോട്ടെ, അല്ലെങ്കിൽ ചില സ്ഥല കച്ചവടങ്ങളൊക്കെ നടത്താൻ നോക്കി പരാജയപ്പെട്ടു പോയവരായിക്കോട്ടെ, ഇതിനൊക്കെ പറ്റി അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ പോവുകയാണ് ഇന്നു മുതൽ. നിങ്ങളും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടുക. ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുക. ഹർഷണ യോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക മെച്ചമുണ്ടാകുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു. അപ്പോൾ ഇവരുടെ സംബന്ധിച്ച്, അതായത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ കരിയറിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നു.
ചിലപ്പോൾ ജോലി മാറ്റത്തിന്, കൂടുതൽ സാലറി ഉള്ള ജോലിക്ക് വേണ്ടി ജോലി മാറ്റത്തിന് ഉള്ള അവസരങ്ങളുണ്ട്. വിവാഹം നടക്കാതെ ഏറെ നാളായി ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായ വിവാഹ ആലോചനകൾ വരുന്നു. വീട് മോടി പിടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. വാഹനം വാങ്ങാനോ ഭൂമി വാങ്ങാനോ വീട് വാങ്ങാനോ ഒക്കെ ഇവർക്ക് കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി ഉയർച്ചയും സന്തോഷവും തേടിയെത്തുന്നു എന്നാണ് ഈ ഹർഷണ യോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ജോലിയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുകയാണ് ഇന്നു മുതൽ. അപ്പോൾ ഈ രാശിക്കാർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുകാർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കും. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രാശിക്കാരുടെ ഇടപെടൽ മൂലം അത്തരം പ്രശ്നങ്ങളൊക്കെ മാറി വീട്ടിൽ സന്തോഷം നിറയുമെന്നാണ് പറയുന്നത്. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ബന്ധങ്ങൾ ശക്തിപ്പെടാനുള്ള ഒരു പ്രത്യേക സാഹചര്യം കാണുകയാണ്. അതായത് ചിലപ്പോൾ പുതിയ സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ആ സൗഹൃദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ചിലപ്പോൾ പുതിയ പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുമായുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുന്നതായി കാണുന്നു. ഈ തുലാം രാശിയിൽപ്പെട്ട രാഷ്ട്രീയ രംഗത്തോ കലാരംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണിത്. ഹർഷണയോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ചേർന്ന് ഇവർക്ക് അംഗീകാരം, സമൂഹത്തിൽ പുതിയ അംഗീകാരങ്ങളും ഒക്കെ ഇവരെ തേടിയെത്തുന്നു. ഇവർക്ക് സ്നേഹം ലഭിക്കുന്നു. ഇവർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് എന്നതിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു. ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളും ശ്രദ്ധിക്കുക, ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, അവിടെ വഴിപാടുകളൊക്കെ നടത്തുക. അപ്പോൾ ഈ ഹർഷണയോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം മികവിൻ്റെ സമയത്തിലേക്ക് കടക്കുന്നു. സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും മികച്ച സമയമാണ് ഇനി വരാനിരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അതായത് നിങ്ങൾക്ക് പണമൊക്കെ നിങ്ങളുടെ കൈകളിൽ, ഇപ്പോൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് കുറേ പണം വന്നു ചേരുന്നു. ലോട്ടറി എടുക്കുക, ചിലപ്പോൾ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യം പോലും ഉണ്ട്. കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയുമെന്നാണ് പറയുന്നത്. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം കിട്ടും, ബഹുമാനം കിട്ടും ആളുകളിൽ നിന്ന്, കുടുംബത്തിൽ ബഹുമാനം കിട്ടും. ഈ രാശിക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ സന്തോഷം ഉണ്ടാകുമെന്നാണ് പറയാൻ ഉള്ളത്. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹർഷണയോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കൊണ്ട് ഇവർക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഊർജം ലഭിക്കുകയാണ് ഇന്നു മുതൽ. ഇവരുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുന്നു. ഇവരിൽ സന്തോഷം നിറയുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവർ ആത്മവിശ്വാസത്തോടെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും. അതായത് മറ്റുള്ളവർ നോക്കുമ്പോൾ വളരെ കഠിനമായ ജോലി എന്ന് തോന്നുമെങ്കിലും അതൊക്കെ ഇവർ നിഷ്പ്രയാസം ചെയ്തു തീർക്കും. അങ്ങനെ ജോലി സ്ഥലത്തൊക്കെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ ഇവർക്ക് കഴിയും. കലാപരമായി ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പല വേദികളിലും ഷൈൻ ചെയ്യാൻ കഴിയും. കലയിൽ നിന്ന് ഇവർക്ക് പണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. പ്രതീക്ഷിക്കാതെ കുറേ പ്രോഗ്രാമുകളൊക്കെ ലഭിക്കും. അതുമാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുപ്രധാനമായൊരു തലത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇതിപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിക്കോട്ടെ, കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളായിക്കോട്ടെ. അപ്പോൾ ഇത് പ്രായഭേദമന്യേ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും കലാപരമായും ഒക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെ മികച്ച സമയമാണ് ഈ ഹർഷണയോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കൊണ്ട് ഉണ്ടാകുന്നത്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുക, ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുക, അനുഗ്രഹം തേടുക എന്നതാണ് പ്രധാനപ്പെട്ടത്. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചില സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. കോടതി വ്യവഹാരങ്ങളിലൊക്കെ പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവായി നല്ലൊരു നിലയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറാൻ പോവുകയാണ്. പണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വളരെ നല്ല ഒരു മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങളിലുള്ളത്.
കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടാൻ കഴിയും. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായാണ് കാണുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഏറെ നാളായി ബന്ധുക്കളുമായിട്ടൊക്കെ നിങ്ങൾ അകന്നു കഴിയുകയായിരുന്നു എങ്കിൽ ബന്ധുക്കളൊക്കെ നിങ്ങളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയും അവരുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയുകയുമൊക്കെ ഈ രാശിക്കാർക്ക് സാധിക്കുന്നു. മാത്രവുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ അത് നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കും. ഈ രാശിക്കാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ വളരെ പോസിറ്റിവിറ്റി നിറയുന്ന ഒരിതാണ്. ഇവിടെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഇവർ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട്, ഹർഷണ യോഗം കൊണ്ട് ഇവർക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കാൻ കഴിയും. മാത്രവുമല്ല, ഇവർ തൊടുന്ന കാര്യങ്ങളൊക്കെ നന്നാവാൻ പോവുകയാണ്. അതൊക്കെ വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ പണം മുടക്കാൻ പറ്റിയ സമയമാണ്. ചില വിദേശ യാത്രകൾക്ക് ഇവർക്ക് സാധ്യതയുണ്ട്. വിദേശ നാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പണം വന്നു ചേരാനുള്ള അവസരങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തായാലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ മീനം രാശിക്കാർക്കും ഉള്ളത്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടുക. ഈ രാശിക്കാർ പ്രത്യേകിച്ചും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുക. അവിടെ ഹനുമാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ സമർപ്പിക്കുക. പല ഹനുമാൻ ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങൾ. അതിൽ പല ക്ഷേത്രങ്ങളിലും പ്രത്യേക വഴിപാടുകളുണ്ട്. ആ വഴിപാടുകൾ ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമ്മൾ ഭഗവാന് കുറേ പണം കോരിക്കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രാർത്ഥിക്കുക, മനമുരുകി പ്രാർത്ഥിക്കുക. അപ്പോൾ ഹർഷണയോഗവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കൊണ്ട് ഈ രാശിക്കാരിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ഇന്നു മുതൽ.